ഹരേ കൃഷ്ണ. ശ്രീരാമലക്ഷ്മണന്മാർ അഹിമഹി രാവണന്മാരെ വധിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. ഹനുമാൻ പറഞ്ഞു, ശ്രീരാമനോടും ലക്ഷ്മണനോടും ഹനുമാൻ പറയുകയാണ്, ഞാൻ കാളീക്ഷേത്രത്തിൽ മറഞ്ഞിരുന്നു കൊണ്ട് സ്വാമിമാർക്ക് രക്ഷപ്പെടാനുള്ള സന്ദർഭമുണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ കൃശഗാത്രനായി ആരും കാണാതെ കാളീക്ഷേത്രത്തിൽ പ്രവേശിച്ചു വിഗ്രഹത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരുന്നു. പ്രഭാതത്തിൽ കാളീദേവിയുടെ സന്നിധിയിലെത്തിയ അഹിമഹി രാവണന്മാർ ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചു, ദേവി, അവിടുത്തെ പ്രീതിപ്പെടുത്തുന്നതിനായി തിരുസന്നിധിയിൽ ബലിയർപ്പിക്കുന്നതിന് ഇത്രയും പറഞ്ഞ അഹിമഹി രാവണന്മാർ നിർത്തിയപ്പോൾ അത് പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് വിഗ്രഹത്തിന് പിന്നിൽ മറഞ്ഞിരുന്ന മാരുതപുത്രൻ, അതായത് ഹനുമാൻ, കാളീദേവി സംസാരിക്കുന്നത് പോലെ സംസാരിച്ചു. രണ്ട് മനുഷ്യരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? ഇത്രയും കാലം നിങ്ങൾ എന്നെ മറന്നിരുന്നതല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഭക്തി തോന്നാൻ എന്താണ് കാരണം? കാര്യം കാണാൻ വേണ്ടി മാത്രം പൂജയും ബലിയും നടത്തിയാൽ നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ കരിയണമെന്നാണോ? സാക്ഷാൽ കാളീദേവിയാണ് സംസാരിക്കുന്നതെന്ന് കരുതിയ അഹിമഹി രാവണന്മാർ പേടിച്ചു വിറച്ചു. അവർ ദേവിയോട് ക്ഷമാപണ സ്വരത്തിൽ ഇങ്ങനെ അറിയിച്ചു, ദേവി, അമ്മേ, മഹാമായേ, അടിയങ്ങളുടെ പിഴകൾ പുറത്തരുളിയാലും അങ്ങ് മാപ്പ് തന്നാലും അടിയങ്ങൾ അറിയാതെ ചെയ്തു പോയ തെറ്റ് ക്ഷമിച്ച് മാപ്പരുളിയാലും ഭഗവതി, ചെയ്തുപോയ അപരാധങ്ങൾക്ക് പ്രായച്ചിത്തമായി ഞങ്ങൾ നൽകുന്ന ഈ നരബലി സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ. ഇതിത്രയും ഹനുമാനാണ് ദേവി അരുളി ചെയ്തതുപോലെ പറയുന്നത്. അങ്ങനെ ഭക്തന്മാരെ, നിങ്ങൾ ബലിയർപ്പിക്കുന്നതിന് കൊണ്ടുവന്നിരിക്കുന്നവർ വീരന്മാർ തന്നെയാണോ? അല്ലാത്തവരെ നാം ബലിയായി സ്വീകരിക്കുകയില്ല. മാതാവേ, അവർ ക്ഷത്രിയ വീരന്മാരാണ്, ഭീരുക്കളല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യൂ, അവരെ കുളിപ്പിച്ചു പൂമാലകൾ അർപ്പിച്ചു ശാപവും ശരങ്ങളും നൽകിക്കൊണ്ടുവരിക. അപ്പോൾ നാം ക്ഷേത്ര കവാടങ്ങൾ അല്പം തുറക്കുന്നതാണ്. അതുവഴി അവരിരുവരെയും ക്ഷേത്രത്തിനുള്ളിലേക്ക് തള്ളിവിട്ടേക്കുക. നമുക്ക് വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല. അതിനാൽ ബലി സ്വീകരിച്ച് നിങ്ങൾക്ക് നാം ദർശനം തരുന്നതാണ്. അഹിമഹി രാവണന്മാർ സന്തുഷ്ടരായത് കേട്ടപ്പോൾ യഥാർത്ഥത്തിൽ ഹനുമാനാണിത് സംസാരിക്കുന്നതെന്നുള്ള കാര്യം ഈ മണ്ടന്മാർ അറിയുന്നില്ല. ദേവി പ്രീതിക്കായി ശ്രീരാമലക്ഷ്മണന്മാരെ പനിനീരുകൊണ്ട് നീരാടിച്ച് അവരെ സുഗന്ധ മലർമാലകൾ അണിയിച്ചു ശാപങ്ങളും ശരങ്ങളും നൽകി തിരുസന്നിധിയിൽ എത്തിച്ചു. ഹരേ കൃഷ്ണ.